ഹായ് സുഹൃത്തുക്കളെ, നമ്മളെ ബേപ്പൂർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ അതിന്റെ ആദ്യ ദിവസമായിരുന്നു കേട്ടോ. ഒരുപാട് മത്സരങ്ങളും അതുപോലെ ഒരുപാട് ഷോകളുള്ള ഒരു സംഭവമാണ് കേട്ടോ. ആളുകൾ കുതിച്ചു വരികയാണ്. നമ്മൾ ചെന്നപ്പോൾ തന്നെ എയർ ഷോ ആണ് കേട്ടോ കാണാൻ പറ്റിയിട്ടുള്ളത്. എയർ ഷോ എയർ ഷോ എയർ ഷോ നമ്മൾ ചെന്നപ്പോൾ 4 ഹെലികോപ്റ്ററുകളാണ് ഉണ്ടായിരുന്നത് കേട്ടോ. 4 ഹെലികോപ്റ്റർ, ഞാൻ കാലെടുത്ത് വെച്ച് പാടുന്ന 4 ഹെലികോപ്റ്ററുകളാണ് മാനത്ത് കണ്ടത്. അപ്പോൾ ഭയങ്കര ആരവം. ഞാൻ സത്യമായിട്ട് പറയാണ്, ഫസ്റ്റായിട്ട് കാണുകയാണ് എയർ ഷോ, അതും ഹെലികോപ്റ്റർ എയർ ഷോ. ഫ്ലൈറ്റിൻ്റെ കണ്ടിട്ടില്ലേ, ഹെലികോപ്റ്ററിനെ കാണാൻ പറ്റി. ഭയങ്കര ഭംഗിയാട്ടോ, ഭയങ്കര ആകാംക്ഷയോട് കൂടി ഒരുപാട് ആളുകൾ ഈ ഇരു കരകളും, അപ്പുറം ചാലിയാണ് കരയെങ്കിൽ ഇപ്പുറം മക്കളെ, ഇരു കരകളിലും ആളുകൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു ഹെലികോപ്റ്റർ ഷോ വന്നത് കേട്ടോ. ഭയങ്കര രസമായി. അപ്പോൾ ഓരോന്നോരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കളിക്കുന്ന സംഭവമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വേറെ വൈബ് തന്നെ. വരുന്ന മക്കളെ, ഹായ് വാ, ഫുള്ള് നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല, അത്രയും നല്ല സ്പോക്കൊക്കെ വരുന്ന സാധനം. യെസ്, പൊങ്ങി 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 ഷോ കണ്ടോളി കേട്ടോ. ഏയ് ഷോയ് വാ, സൂപ്പർ സൂപ്പർ. ഒന്ന് ഇവിടുന്ന് വരുന്നുണ്ട്, കളി കണ്ടോ. അതാ വരുന്നട്ടോ, 4 കൂടി വരുന്നുണ്ട്. 2 സൈഡിലേക്കായിട്ട് പോയി കേട്ടോ. അങ്ങോട്ടും പോയി, 2 അത് അങ്ങോട്ടും പോയി. ഇത് 2 ടീമും കൂടി ഒരുമിച്ച് വരുന്നുണ്ട് കേട്ടോ. ഒരു ടീം അത് ഇങ്ങോട്ടെത്തി, വരുന്നു. അവിടുത്തെ ടീം അവിടുന്ന് ഇങ്ങോട്ട് വരുന്നു. 2 കൂടി മിക്സ് ആവും. Yes. Air show. ഒന്ന് പടക്കം പൊട്ടിച്ചല്ലോടെ. കൂട്ടി കൂട്ടി പോയി. കുത്തനെ നേരെ താഴ്ച മോനടി. ഹാർട്ട് വരച്ചല്ലോ, ഒരു ഹാർട്ട് ഹാർട്ട് ഹാർട്ട്. അങ്ങനെ എയർ ഷോ കഴിഞ്ഞപ്പോൾ നമ്മൾ കയറി ചെന്ന് ഫുഡിന്റെ ഏരിയ ഒക്കെ ആട്ടോ. ആ ഫുഡ് ഫെസ്റ്റ് വേറെ ലെവൽ തന്നെയാണ്. അപ്പൊ അതിന്റെ മുന്നോടി അതിന്റെ ഫ്രണ്ട് ഭാഗങ്ങൾ കണ്ടില്ലേ. ഇനി നമുക്ക് ഫുഡ് ഫെസ്റ്റ് ചെറുതായിട്ട് ഓരോന്നാണ്ട് കാണട്ടോ. തുടക്കം തന്നെ ഓരോരോ ക്യാമ്പായിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ അതുപോലെ തന്നെ ചെയ്തിട്ടുള്ളത് അടിപൊളിയായിട്ട് സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് ചിലതൊക്കെ നമുക്കൊന്ന് പോയി നോക്കട്ടോ എങ്ങനെ ഉണ്ടെന്ന്. തുടക്കം തന്നെ നമ്മളെ കോഴിക്കോടൻ ഐറ്റംസ്, നമ്മളെ ഉപ്പിലിട്ടത് ബക്കറ്റിലൊക്കെ കേട്ടാ. വായിൽ വെള്ളം വരാത്തൊരാളുള്ള ഈ സംഭവം കണ്ടാൽ മക്കളെ പോയി കണ്ടോളി. ഞാനിങ്ങനെ വീഡിയോ ഇടുന്നതന്നെ നിങ്ങൾക്കൊക്കെ പോയി കാണാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ പോയി കണ്ടോളിട്ടാ, മടിക്കണ്ട ഐറ്റംസ് സാധനങ്ങളൊക്കെ. പിന്നെ കണ്ടില്ലേ ലൈവായിട്ട് കുനാഫ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. ലൈവായിട്ട് കുനാഫ സ്പോട്ട് ഉണ്ടാക്കി കൊടുക്കുക. 150 റേറ്റ് വരുന്നത് കേട്ടോ. വേറെ ലെവലാണ്. പോയി കഴിച്ചോളി. ലൈവായിട്ട് നിങ്ങൾക്ക് കാണാം. കുനാഫ ഉണ്ടാക്കി നിങ്ങൾക്ക് സെർവ് ചെയ്ത് തരും. ഇതാളുണ്ട്, സെറ്റാണ് കേട്ടോ. വേറെ ഒന്നും നോക്കണ്ട, അടിപൊളി. പിന്നെയും വേറെ സാധനങ്ങളൊക്കെ വരാണ്ട് ബാക്കോട്ട് നോക്കി. ഇത് നമ്മളതാ. ഇതെന്താന്ന് മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇദ്ദേഹം നമ്മൾ അന്നും കണ്ടിരുന്നു. സംഭവം എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇതാണ് ആത്മാവ്. ആത്മാവ് എന്ന് പറയുന്ന സംഭവമാണ് ഈ കൊടുത്തിട്ടുണ്ട്. സംഭവം ഡ്രൈ ഐസ് ആണ്. അത് ഇങ്ങനെ ഒരു ചെറിയ ഐസൊന്നും നമ്മളെ വായിലേക്ക് എത്തൂല. ഇതിങ്ങനെ ഒരു ഷോ. പിന്നെ അതിൽ നമുക്ക് ജ്യൂസ് സെറ്റാക്കി തരും. ഐസുമായിട്ട് അതൊരു ബന്ധമില്ല. അതൊരു ഷോ ആക്കിയിട്ട് നമുക്ക് തരാം കേട്ടോ. വേറെ ക്ലാസ്സിൽ തന്നെയാണ് തരിക ഇതിൽ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് വായിലേക്കൊന്നും എത്തൊന്നുമില്ല, വയറ്റിലേക്കും എത്തൂല്ല. അപ്പോൾ ധൈര്യമായിട്ട് ഇങ്ങനെ കഴിക്കാം. പിന്നെ എന്തൊക്കെയാ അവിടെ മുളക് സോഡ അങ്ങനത്തെ ഐറ്റം സോഡകൾ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ചെന്നതാ പൊരിക്കടികളുടെ ഏരിയക്കാണ്. അവിടെ വേറെ ലെവലായിട്ട് പൊരിക്കടികളുണ്ട്. പിന്നെ ഐറ്റംസ് സാധനങ്ങൾ വേറെ ലെവലായിട്ടുണ്ട്. കണ്ടേ ചോക്ലേറ്റ് ഇതാ കിടന്ന് ഒലിക്കുന്ന സംഭവം കണ്ടില്ലേ? അടിപൊളി കിടില വൈബ് കണ്ടില്ലേ? ഇതാണ് നമ്മളെ ഫുഡ് ഫെസ്റ്റിന്റെ സ്റ്റാർട്ടിങ്ങിൽ. ഇനി അങ്ങോട്ട് വേറെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഈ ഒരു ചോക്ലേറ്റ് നമുക്ക് ഈ ഒരു ഐറ്റംസുകളിൽ, അതേപോലെ സ്ട്രോബെറി, ഇതിലൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് തരും. കേക്കിലൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് തരും കേട്ടോ. അല്ലേ 50 രൂപ, 100 രൂപ, 150 രൂപ ഒക്കെയാണ് നമുക്ക് റേറ്റ്. പല റേറ്റുകളാണ്. അതായത് സ്ട്രോബെറിൻ്റെ അത്യാവശ്യം റേറ്റ് ഉണ്ട്, മറ്റുള്ളതൊക്കെ റേറ്റ് കുറവാണ്. പിന്നെ പൊരിക്കടികൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഓരോ ഐറ്റംസ് പൊരിക്കടികളാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഈ മുതൽ കാണണം എന്ന് വിചാരിച്ചിട്ട് കുറേ ആയി. കണ്ണൂർ കോക്ടെയിൽ ഒരുപാട് ആളുകൾ കുടിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇത് ഇഷ്ടമാണ്. അവിടെ ഞാൻ ചെന്നപ്പോൾ പോലീസുകാർ വരെ വന്ന് കുടിക്കുന്നുണ്ട്. സംഭവം അതാണ് കേട്ടോ. കണ്ണൂർ കോക്ടെയിൽ ഈ മുതലിനെ കാണാൻ പറ്റി. എന്തൊക്കെ അതിൽ യൂസ് ചെയ്തിരിക്കണമെന്ന് അറിയില്ല. പക്ഷെ എന്നാലും സംഭവം കുടിക്കാൻ പറ്റില്ല, കാണാൻ പറ്റി. സമയമില്ലാത്തതുകൊണ്ടാട്ടോ. പിന്നെ എത്താത്തമാരതാ കട്ട്ലറ്റായിട്ടൊക്കെ പൊരിച്ചടിക്ക് കൊടുക്കുന്നുണ്ട്. കാരണം സമയം 3, 3:30, 4 മണിയാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയിലല്ലേ കച്ചവടം പൊടിക്കല്. അപ്പോൾ രാത്രി നമുക്ക് വീഡിയോ ഇടാനും പറ്റില്ല, ഇപ്പോഴല്ലേ വീഡിയോ ഇടാനും പറ്റില്ല. അപ്പം നമുക്ക് അടുത്ത സംഭവത്തിൽ കിടക്കാൻ പോകണം. നമ്മളെ കീപ്പറാട്ട അതിന്റെ പറ്റി നമുക്കണ്ട് ചോദിച്ചു നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഇവരെ കയ്യിൽ തന്നെയായിരുന്നു കീപ്പറാട്ട ഉണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമുക്കണ്ട് ചോദിച്ചു നോക്കാം എന്തൊക്കെയാ. ഏത് ഗീ പൊറോട്ട? ഗീ പൊറോട്ട 100 രൂപ. ബീഫുണ്ട്, ചിക്കനുണ്ട്. ബീഫാ ബീഫ് ചുട്ടേക്കാ ഷവർമ്മയാണത്. ബീഫ് ചുട്ടത് അടിപൊളിയായിട്ടാ. കാലം നിർത്തിയിരിക്കുകയാണ്. വെറൈറ്റി വന്ന് കഴിച്ചോളി. അടിപൊളി ഐറ്റംസ്. നമ്മുടെ സ്പെഷ്യൽ ലോഡഡ് ഫ്രൈസ്, നമ്മുടെ സ്പെഷ്യൽ നിഞ്ച സ്പെഷ്യൽ ലോഡഡ് ഫ്രൈസ്. ഞങ്ങളെ പോപ്കോൺ ഉണ്ട് സ്പെഷ്യൽ, ബ്രോസ്റ്റഡ് ബർഗർ ഉണ്ട്, ബ്രോസ്റ്റഡ് സാൻഡ്വിച്ച് ഉണ്ട്, ചിക്കൻ പോപ്സ് ഉണ്ട്. ഇനി എന്താ വേണ്ടത്? ഇതിൽ കൂടുതൽ ഇനി എന്താ വേണ്ടത്? ഓരോ അടിപൊളിയല്ലേ? താങ്ക് യു. ലസ്സിയാണ്, വയനാടൻ ലസ്സി. സ്ട്രോബെറി ഉണ്ട്, മാംഗോ ഉണ്ട്, ഏലക്കായിന്റെ ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്. നാടൻ ലസ്സി കേട്ടോ. ഒന്നും പറയാൻ ഒരു പ്രാവശ്യം കുടിച്ചാൽ മതി, ഒറ്റ പ്രാവശ്യം കുടിച്ചാൽ മതി. ഒറ്റ പ്രാവശ്യം 50 രൂപ, ഗ്ലാസിന് 50 രൂപ, 50 റുപ്പീസ്. 10, കൽത്തപ്പ 15, പൊരിച്ചത്തിരി 12, ബ്രെഡ് പോക്കറ്റ് 20, ചിക്കൻ ബോണ്ട 20, ഉന്നക്കായ 25, സ്റ്റഫ്ഡ് ബോൺ 30, 20, 25, 15. പിന്നെ അത് അച്ചാറുകളുണ്ട്. നല്ല ഹോം മെയ്ഡ് പിക്കിൾസ്, മസിൽസ്, ക്ലാം, ടൂണ, ബീഫ്, ചിക്കൻ. കടുക്ക 40, ചട്ടിപ്പത്തിരി 50, കട്ട് ഫ്രൂട്ട് 30, പിന്നെ അട്ടിപ്പത്തിരി 40, ബൺകോല് 50, പിന്നെ ബർഗർ 40, സാൻഡ്വിച്ച് ബ്രെഡ് പോക്കറ്റ് 40, കുബോസ് റോൾ 50, കട്ട്ലേറ്റ് 20, കാടമുട്ട 50, സ്പെഷ്യൽ മുട്ടമാല, തലശ്ശേരി സ്പെഷ്യൽ മുട്ടമാല 50 റുപ്യേ ഉള്ളൂ. പിന്നെ കളർ ചായ ഉണ്ട്, ഗ്രീൻ ആപ്പിൾ ഉണ്ട്, ഗ്രേപ്പ് ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, കാവ, മിന്റ് ലൈമ്, കട്ടൻ. അപ്പൊ ഇതാണ് തലശ്ശേരി കിച്ചൺ, ഹിറാസ് ഗ്രൂപ്പിന്റെ തലശ്ശേരി കിച്ചൺ. അടിപൊളിയാ. ഗോലി സോഡ ഉണ്ട്. അതെന്താ സാധനം അല്ലേ? എത്ര റേറ്റ്? എന്ത് റേറ്റ് വരുന്നത്?
150 സ്ട്രോബെറി ചോക്ലേറ്റ് വെച്ചിട്ടുള്ള സംഭവം കേട്ടോ. ഇത് അങ്ങനെ ഒഴിച്ചു കൊടുക്കും. യെസ്, അടിപൊളിയായിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കില്ല കേട്ടോ. അത് മൂന്നൊന്നും ഒഴിക്കും. അങ്ങനെയുണ്ട്. മൂന്ന് ടേസ്റ്റാ. അതേട്ടാ ഇതും കൊടുത്തിട്ട് അങ്ങനെ അടിപൊളിയായിട്ട് സ്ട്രോബെറി കഴിക്കാം. റേറ്റ് ഒന്നുകൂടി പറഞ്ഞാൽ 150. അപ്പോൾ നമ്മൾ മെയിൻ ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് പോവാണ്. ഇവിടെയാണ് ഒരുപാട് മത്സരങ്ങൾ നടക്കുന്നത്. കൈറ്റ് ഫെസ്റ്റ് ഒക്കെ അതിനുള്ളിലാണ് കേട്ടോ. നമ്മൾ ആ ഒരു ബീച്ച് ഏരിയയിലാണ് മറ്റുള്ള കാര്യങ്ങളും സ്റ്റേജും എല്ലാം സംഭവം അവിടെയാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഭാഗത്തേക്ക് നമ്മൾ പോവാണ്. കണ്ടില്ലേ, ഇതാണ് ഗേറ്റ്. ഇവിടെ നിന്ന് അങ്ങോട്ട് എൻട്രി ചെയ്തിട്ട് കുറച്ചും കൂടെ നടക്കാണ്ട് ഒരുപാട് കാഴ്ചകൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കാണാണ്ട് കേട്ടോ. ഒക്കെ നമുക്ക് കാണിച്ചു തരാം. നമുക്ക് എല്ലാം സെറ്റായിട്ട് കാണണം. 5 മിനിറ്റ് നമുക്ക് എല്ലാം കണ്ടിട്ട് മുന്നോട്ട് പോകാം. നല്ല ജനങ്ങളാണ്, അങ്ങോട്ട് എത്താൻ പറ്റില്ല. കാരണം മേലെ കണ്ടില്ലേ നമ്മളെ ഗ്ലൈഡർ പറന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. സെറ്റാണ്, 2 ഉണ്ട്. അതങ്ങനെ പറന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അത് കാഴ്ചക്കാർക്ക് നല്ല ആവേശം നൽകിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് സംഭവം. കണ്ടില്ലേ, ഇതാണ് നല്ല സൗണ്ടിലാണ്. പക്ഷെ നമുക്ക് പൊതുജനങ്ങൾക്കൊന്നും കയറാനുള്ള സൗകര്യമൊന്നുമില്ല. അങ്ങനെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടി രസമാകുമായിരുന്നു. നമുക്ക് ഒന്ന് ടെസ്റ്റ് നോക്കിയായിരുന്നു. മിനിമം ഒരു 500 രൂപയൊക്കെ വെച്ച് ഇവർക്ക് ചെയ്യാൻ പറ്റണ സംഭവമാണ്. എന്തായാലും നടക്കട്ടെ. പിന്നെ ഇതാണ് നമ്മൾ ഇവിടെ മത്സരം നടക്കുന്നത്. നമ്മൾ കയാക്കിങ്ങിൻ്റെ മത്സരങ്ങളും അതുപോലെ ഒരുപാട് വാട്ടർ മത്സരങ്ങൾ ഒരുപാട് അവിടെ നടക്കാറുണ്ട്. അപ്പോൾ ഇന്നും നാളെയായിട്ട് അത് നടക്കും. മേലെ ഇവർ കിടന്ന് കറങ്ങി കളിക്കാട്ടോ. ടീംസ് 2 ടീംസ് ഉണ്ട്. അവർ ഇങ്ങനെ കറങ്ങി കളിക്കുന്നു. താഴ്ന്ന ആളുകൾക്ക് ഇതൊരു ഭയങ്കര സംഭവമാണ് കാണുമ്പോഴേ. പിന്നെന്ത് പറയാ, ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് നീങ്ങാണ്. ഇത് കണ്ടിട്ട് ഇവിടുന്ന് പോകാനും തോന്നുന്നില്ല. ഞാൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് ആൾക്കാർ ഇത് കണ്ടിങ്ങനെ തരിച്ച് നിൽക്കുന്നു. ഇതാണ് നമ്മളെ ആ കൈറ്റ് ഫെസ്റ്റ്, അതായത് പട്ടം പറപ്പിക്കൽ. ഇതൊരു മത്സരമൊന്നുമില്ല, ഒരു ഷോ. പല രാജ്യക്കാരാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം തുർക്കി, അതുപോലുള്ള ഈ മറ്റേ തായ്ലൻഡ്, ഓസ്ട്രേലിയ, അവിടെ നിന്നുള്ള ടീംസുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്ത്യൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്തായാലും ഞാൻ വിശദമായിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഒരു ഫസ്റ്റ് വ്ളോഗ് എന്നുള്ള ലെവലിലിട്ടാണ്. അപ്പോൾ വിശദമായിട്ടുള്ള വ്ളോഗും പിന്നീട് വരും. അല്ലേ, ഇങ്ങനെയുണ്ട് പട്ടങ്ങൾ പറത്തൽ. വെറൈറ്റി നമ്മളവിടെയുള്ള പട്ടം എന്ത് ഒരു കള്ളിയിൽ കടലാസം ഇതാക്കിയിട്ടില്ല, അങ്ങനത്തെ ഒരു പട്ടല്ല. ഇതൊന്നുമല്ല, വെറൈറ്റി പട്ടം, വേറെ ലെവല് പട്ടങ്ങളാണ്. അതിങ്ങനെ വിദേശികളാണ് കൂടുതലായിട്ട് ഇതിൽ എന്താ പറയുക, അതിലൊരു ഐഡിയ ഉള്ള ആൾക്കാർ. അവരിത് പറത്താനും നമ്മളെ ഈ കടൽക്കാറ്റിൻ്റെ ഒരു ലെവലിൽ ഇവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. കണ്ടില്ലേ, ജനങ്ങളാണെങ്കിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുക. ഏപ്പൂർ ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മളെ കോഴിക്കോട് തന്നെ മലബാർ ഫെസ്റ്റായി മാറിയിട്ടോ. കാരണം ഫസ്റ്റ് ദിവസം തന്നെ കണ്ടില്ലേ, ഇന്ന് ഷോ ഉള്ളതുകൊണ്ടാണ് ഇത്രയും ആളുകൾ. അപ്പം എന്തായാലും കണ്ടില്ലേ, ഈ ഭാഗങ്ങളൊക്കെ ജനങ്ങളെ കൂടെ തിങ്ങി. പിന്നെ അതുപോലെ ബേപ്പൂർ ഈ ഒരു ഭാഗം ഫുള്ള് മരങ്ങളൊക്കെ വെച്ച് അതേപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വൃത്തി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. എന്തായാലും ഒന്ന് മോടി പിടിപ്പിച്ചിട്ടുണ്ട്. കയാക്കൊക്കെ എടുക്കണ്ടല്ലേ, മത്സരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കൊടുന്ന് വെച്ച് കേട്ടോ. പല സ്ഥലങ്ങളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും പല സ്റ്റേറ്റുകളിൽ നിന്നും ആളുകൾ വന്ന് മത്സരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗങ്ങളൊക്കെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം വെച്ചാൽ ഇതിൽ ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇപ്പം തന്നെ ഏകദേശം അത്യാവശ്യം വീഡിയോസ് ആയില്ലേ നമ്മളെ വ്ളോഗിൽ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ നാളെ കുറച്ച് ഭാഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം. ഇവിടെയാണ് മത്സരങ്ങളൊക്കെ നടക്കുന്നത്. ആളുകൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹെയർ ഷോ കഴിഞ്ഞ് പിന്നെ ഈ ഷോ വീണ്ടും അങ്ങനെ വന്ന് കളിക്കുന്നുണ്ട്. ജനങ്ങളെ മടുപ്പിക്കൂല. അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, അടിപൊളിയാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇന്നിപ്പോൾ വൈകുന്നേരം തന്നെ നമ്മൾ പോയപ്പോൾ കണ്ടാണ് രണ്ട് ജങ്കാർ സർവീസാണ് ചാലിയം ബേപ്പൂർ റൂട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിടും. ചാലിയം ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ആ ഭാഗത്തെ വീഡിയോസ് ഇടാണ്ട് കേട്ടോ. കാരണം ആ ഭാഗത്ത് പരിപാടികൾ ഒരുപാട് നടക്കാണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ ചാലിയം ഭാഗത്തൊക്കെ ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി ഇവിടുന്ന് അങ്ങോട്ടും കിടക്കുന്നത്, അവിടുന്ന് ഇങ്ങോട്ട് കിടക്കണം. അപ്പോൾ പോണ സമയത്താണ് നമ്മളത് ഈ ഒരു സംഭവം. ഇതിൻ്റെ പേര് കറക്റ്റ് എനിക്കറിയില്ല. സംഭവം ഒരു പൈപ്പ് വെച്ചിട്ട് അതേപോലെ ഒരു എന്താ പറയുക, വെള്ളത്തിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ പൊന്തി മറയുന്ന ഒരു സംഭവം. ആളുകൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. പേര് അറിഞ്ഞവർ കമൻ്റ് ഇടുക. എനിക്കറിയാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ഇത് വിദേശ രാജ്യങ്ങളിലോ അതേപോലെ TV ചാനലുകളിലോ മറ്റുള്ളൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ തൊട്ടടുത്തായ നമ്മളെ വേപ്പൂർ വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റി എന്നുള്ളതിന് ഏറ്റവും വലിയ സന്തോഷം അല്ലേ. അപ്പോൾ അതിങ്ങനെ ആളുകൾ നോക്കിയിട്ടുണ്ട്. ആളുകൾ ഞാൻ പറഞ്ഞില്ല, ബോറടിപ്പിക്കൂല. ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ വെയിൽ കൊണ്ട് ബോറടിക്കുക എന്നുള്ള സംഭവമില്ല. ഓരോരോ സംഭവങ്ങളായിട്ട് നമ്മളത് ആകാശത്തും കടലിലുമായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതാ ബോട്ട് സർവീസുകൾ സാധാരണയായിട്ടുള്ള സർവീസുകളുണ്ട് കണ്ടില്ല. നമുക്ക് ആഡംബര ബോട്ടുകളായിട്ടും നമുക്ക് അതേപോലെ സ്പീഡ് ബോട്ടുകളായിട്ടും
പിന്നെ യോട്ടുകളായിട്ടും അങ്ങനത്തെ സംഭവങ്ങൾ. മന്ത്രി റിയാസ് ഒരു സാധനം ഉദ്ഘാടനം ചെയ്യില്ല, യോട്ട് പുതിയ ആ സംഭവമൊക്കെ കടലുണ്ട്. പിന്നെ കണ്ടില്ലേ ഈ ഒരു സംഭവം വേറെ ലെവലല്ല. ജനങ്ങൾ പേരനോക്കിയാണ് നിങ്ങൾ. ബേപ്പൂർ ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ബേപ്പൂർ ഫെസ്റ്റാണ്. മലബാർ ഫെസ്റ്റ് തന്നെ ആയി മാറി. കാരണം ഒരുപാട് നമ്മുടെ കാസർഗോഡ് മുതൽ നമ്മുടെ തൃശ്ശൂർ പാലക്കാട് ഏരിയയിൽ നിന്ന് വരെ ആളുകൾ വന്നിട്ടാണ്. ഇത്രയും ജനങ്ങൾ നാളൊക്കെ അതിനപ്പുറമായിരിക്കും കേട്ടോ. കച്ചവടങ്ങളൊക്കെ തവിടുപൊടി എല്ലാം കൊണ്ടും ബേപ്പൂർ ഫെസ്റ്റ് എന്താ നമ്മൾ പറയാതെ പറയണം. നമ്മളറിയാം മന്ത്രി റിയാസ് വന്നതിന് ശേഷമാണ് ഈ ബേപ്പൂർ ഫെസ്റ്റ് വന്നിട്ടുള്ളത്. അടിപൊളിയായിട്ടുണ്ട്. ജനങ്ങൾ ഒന്നടങ്കം പറയും മന്ത്രി റിയാസ് അടിപൊളിയാണ്. കാരണം ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ആൾട്ടോ. കാരണം യുവത്വം വരുമ്പോൾ അതിൻ്റെ സംഭവം കാണുള്ളൂ. അടിപൊളി പല വയസ്സന്മാരായിട്ടുള്ള മന്ത്രിമാരൊക്കെ കണ്ടിട്ട് എന്ത് സംഭവം വരാനും പാടില്ല. നമ്മൾ ആരും കുറ്റമായിട്ട് പറയില്ല. പക്ഷേ യുവത്വം വരണം. അതിനിപ്പോൾ മുഖ്യമന്ത്രി ആയിക്കോട്ടെ യുവത്വം. 2 ജങ്കാർ സർവീസ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഒന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുന്ന് ഒന്ന് അങ്ങോട്ട് പോകും. അല്ല ജനങ്ങൾ എരച്ച് കയറിക്കൊണ്ടിരിക്കുക. ഇത് പോകുന്നത് ചാലിയം ഭാഗത്തേക്കാണ്. ഇപ്പം ചാലിയം ഭാഗത്തേക്ക് അവിടുന്ന് ബേപ്പൂർ ഭാഗത്തേക്ക് 2 ഭാഗത്തും ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ഈ എന്താ പറയുക ജങ്കാർ അനിവാര്യമായിട്ടുള്ള ഘടകമാണ്. ഇപ്പോൾ ജങ്കാർ നാട്ടപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കണ്ട സംഭവങ്ങൾ റെഡിയാണ്. ഒരുപാട് സംഭവങ്ങൾ. എന്തായാലും ബേപ്പൂർ ഫെസ്റ്റ് വേറൊരു സംഭവം അടിപൊളിയാണ്. എന്നെ കണ്ടില്ല നിങ്ങൾ കിട്ടാവുന്നതാണ് ഉണ്ടാക്കി. അപ്പോൾ ഞാൻ നമ്മളെ ഒന്നും മുഖം കാണിച്ചതുള്ളൂ. ഞാൻ ഈ വീഡിയോയിൻ്റെ മുഖം കാണിച്ചില്ല. പല വീഡിയോസിലും മുഖം ഉണ്ടാവും അല്ല. ഈ 2 കപ്പൽ ഇതാണ് നമ്മളെ ഞാൻ പറഞ്ഞ ഫാസ്റ്റ് പറഞ്ഞ കപ്പൽ മക്കളെ നേവിൻ്റെതാണ് കണ്ടില്ല. അത് കണ്ടില്ല കോസ്റ്റ് ഗാർഡ് സംഭവം അടിപൊളിയാണ്. കയറിയിട്ടുണ്ട്. ഈ ഫസ്റ്റ് എടുക്കുന്നത് കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പൽ. കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പൽ നമ്മളുള്ള ഈ ബീച്ചിൽ ഏരിയയിൽ ഭാഗത്ത് ഇഷ്ടംപോലെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും കടലിൽ. പിന്നെ അപ്പുറത്ത് നേവിൻ്റെ ഇന്ത്യൻ നേവിൻ്റെ കപ്പൽ. കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലിൽ കയറി വെക്കാം. നമുക്ക് ഇന്ത്യൻ നേവിൻ്റെ കപ്പലിൽ കയറാം. അപ്പുറത്ത് പോയിട്ട് വരി നിൽക്കണം. നേരത്തെ പോയി വരി നിൽക്കാം. രാവിലെ 10 മണി മുതൽ 5 മണി വരെ എന്താ വിഷയം ആളുകൾ കയറിക്കൊണ്ട് വരെ നിന്നാൽ കാണാം. ഇന്ത്യൻ നേവിൻ്റെ അങ്ങനെ നമുക്ക് കയറാൻ പറ്റിയിട്ടില്ല. 2 ഷോപ്പ് ഞാൻ പോയിട്ട് നേവിയിൽ കയറാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും അതൊന്ന് കയറണമെന്നുണ്ട്. അപ്പോൾ അടുത്ത എന്തായാലും അതിൻ്റെ വീഡിയോസ് ഞാൻ എന്തായാലും അതിൻ്റെ വീഡിയോസ് നാളെ ഞാൻ കാണിച്ചു തരാം. കാണണം. ഒരുപാട് വീഡിയോ എടുക്കാൻ എന്താ പറയുക അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളാം, ബെല്ലൈക്കൻ ചെയ്തോളാം.